നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായി പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായും മറ്റും അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നും ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ ജൂൺ 2026 ഫലങ്ങളൊന്ന് പരിശോധിക്കാം. ജ്യോതിഷത്തിലെ 5ാമത്തെ നക്ഷത്രമാണ് മകയിരം, അഥവാ അന്വേഷിക്കുന്ന മാൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഊർജ്ജസ്വലനായ ചൊവ്വ ഭരണഗ്രഹവും ശാന്തവും അമൃതതുല്യവുമായ ചന്ദ്രൻ്റെ രൂപമായ സോമൻ അതിദേവതയുമായ നിങ്ങളുടെ നക്ഷത്രം നിത്യനായ ഒരു അന്വേഷകനെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2026 ജൂൺ മാസത്തിൽ നിങ്ങളുടെ ജിജ്ഞാസയെ ശരിയായ രീതിയിൽ നയിക്കുവാനും ദ്രുതഗതിയിലുള്ള ചുവടുകളെ നിയന്ത്രിക്കാനും മനോഹരമായ പുതിയ ചക്രവാളങ്ങളിലേക്ക് കുതിക്കാനും പ്രപഞ്ചം യഥാർത്ഥത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ മാസം ഗ്രഹങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്കായി എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കാദ്യം ഗ്രഹനിലയിലേക്ക് വരാം. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ ജൂൺ 16 തീഷ്ണവും മൂർച്ചയുള്ളതുമായ കാർത്തിക നക്ഷത്രത്തിലേക്ക് മാറുന്നു. ഇത് തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് വലിയ ധൈര്യവും ഊർജവുമൊക്കെ നൽകും. അതേസമയം ശക്തനായ സൂര്യൻ ജൂൺ 8 മുതൽ ജൂൺ 22 വരെ നിങ്ങളുടെ സ്വന്തം നക്ഷത്രമായ മകയിരത്തിലൂടെ സഞ്ചരിക്കും. പ്രപഞ്ച കണ്ണാടി മാസത്തിൻ്റെ മധ്യത്തോടെ ഇത് ജാതകത്തിൽ ബുധാദിത്യ യോഗം, അതായത് ബുദ്ധിശക്തിയുടെയും അതോടൊപ്പം സൗരോർജത്തിൻ്റെയും മികച്ച ഒരു സംയോജനം കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിൽ സൂര്യൻ തിളങ്ങുന്നത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. എന്നിരുന്നാലും മാനിൻ്റെ സ്വഭാവം എപ്പോഴും ചഞ്ചലമായതിനാൽ ഈ തീവ്രമായ സൗരോർജം ചിലപ്പോഴൊക്കെ നിങ്ങളിൽ ചെറിയ ഉത്കണ്ഠയോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താനുള്ള അമിതമായ ധൃതിയോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഈ മാനുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞല്ലോ, അപ്പോൾ അത് കൊണ്ട് ആ ഒരു ചഞ്ചലത ഒരു നിങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒക്കെ ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലെത്താനുള്ള അമിതമായ ധൃതിയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് അറിയാമല്ലോ, നമ്മൾ ഈ ചില കാര്യങ്ങളിൽ അമിതമായ തിടുക്കം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. അത് പ്രത്യേകിച്ച് നക്ഷത്രക്കാർ, മകര നക്ഷത്രക്കാർ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഔദ്യോഗിക ജീവിതവും തൊഴിലുമൊക്കെ ഒന്ന് പരിശോധിക്കാം. 2026 ജൂൺ മാസം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ആവേശകരമായ മുന്നോട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും. പുതിയ കഴിവുകൾ പഠിക്കുവാനും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ആശയവിനിമയം, മാധ്യമങ്ങൾ, ഗവേഷണം, IT, അതോടൊപ്പം ഏവിയേഷൻ, വ്യോമയാന മേഖലകളിലുള്ളവർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾ രാമായണത്തിലെ ഹനുമാന്റെ ഒരു കഥ ഓർക്കുക. ലങ്കയിലേക്ക് കടലിന് മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ ജാംബവാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഹനുമാന്റെ അപാരമായ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന് സ്വന്തം ആ കഴിവിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ജാംബവാൻ അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഹനുമാന് അതിനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. അപ്പോൾ അന്ന് തൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ കുതിപ്പിനെ തടയാൻ ഒന്നിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ ആ ഹനുമാനെ പോലെയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലൊരു സംശയമൊക്കെ വന്നേക്കാം, പക്ഷേ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ കഴിവുകൾ ഒരുപക്ഷെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നിങ്ങൾ അത്രയും പവറായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ബാക്ക് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവസരം വരുന്നിട്ട് അവർ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വേണം അവരെ പ്രോത്സാഹിപ്പിച്ച് അതിലേക്ക് വിടാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപക്ഷെ അവർക്ക് വരാൻ കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ
ഒരിക്കലും പിന്നോട്ട് മാറരുത്. അതിനെ കീഴടക്കാനുള്ള ആ ചൊവ്വയുടെ ഒരു അഗ്നി അത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രമുഖരുടെ പേര് പറയാം. അതായത് പ്രശസ്ത നടനായിരുന്ന ശ്രീ അശോക് കുമാർ, അതോടൊപ്പം തന്നെ ബഹുമത പ്രതിഭയായിരുന്ന ബ്രൂക്ക് ഷീൽഡ്സ്, അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണമുള്ള കലാകാരനായിരുന്ന അഗസ്റ്റർ റോഡിൻ, അവരൊക്കെ മകയിരം നക്ഷത്രം ആയിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാം വിജയിച്ച് തങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആ ജിജ്ഞാസയെ അവരുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റിയത് കൊണ്ടാണ് അവർ വിജയിച്ചത്. അപ്പോൾ സോക്രട്ടീസിൻ്റെ ചില വാക്കുകൾ നമുക്കിവിടെ വേണമെങ്കിലൊന്ന് ഓർക്കാവുന്നതാണ്. മാറ്റത്തിൻ്റെ രഹസ്യം എന്നത് നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ പഴയതിനോട് പോരാടുന്നതിലല്ല, മറിച്ച് പുതിയത് കെട്ടിപ്പടുക്കുന്നതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. അതായത് എപ്പോഴും ഈ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടുള്ള സിസ്റ്റവുമായിട്ട് നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ആവശ്യമാണ്. അതായത് പഴയ സിസ്റ്റം കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ആ പഴയ സിസ്റ്റത്തിൽ നിന്നും നമ്മളിനി അതിനകത്ത് ഇനി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ആ രീതി തന്നെ എൻ്റയർലി മാറ്റി നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് വരണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കാരണം ഇപ്പോഴത്തെ ആധുനികമായ രീതികൾ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ വീണ്ടും പഴയതിനെ നവീകരിച്ചോ അല്ലെങ്കിൽ അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചോ ഒക്കെ കൊണ്ടുപോകാമെന്നൊരു ധാരണ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജാതക പ്രകാരം യഥാർത്ഥത്തിൽ നിങ്ങളാണ് അതിലെ പ്രധാനം എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പരിപൂർണമായി മാറ്റി പുതിയ സംവിധാനം തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ കരിയറിലോ വല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഈ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കോളൂ. അതാണ് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. ഇനി നമുക്ക് ധനകാര്യത്തിലേക്കൊന്ന് പോകാം. ജൂൺ മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് കൃത്യമായ ആസൂത്രണവും ഒപ്പം ചെറിയ രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളും ഒക്കെ ആവശ്യമാണ്. അതായത് പഴയ കുടിശ്ശികകൾ തീരുന്നതിലൂടെയോ പെട്ടെന്നുള്ള ബോണസിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് പണം കൈവരുമെങ്കിലും വരുമാനത്തോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ജാതകപ്രകാരം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്ലാസിക് നോവലിനെ കുറിച്ച് കേട്ട് കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ക്രൂസോ ഒറ്റപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് നിലനിൽപ്പും വിജയവും തനിക്ക് ലഭിച്ച കാര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് അദ്ദേഹം എത്രത്തോളം സൂക്ഷ്മമായി തൻ്റെ വിഭവങ്ങൾ ബഡ്ജറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തു എന്നതിനെ കൂടെ ആശ്രയിച്ചായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളോ മറ്റോ ഒക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുതിയതായിട്ടുള്ള റിസോഴ്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ള ഒരു രീതിയിലാണല്ലോ. കാരണം നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു, പുതിയ വരുമാന മേഖലകൾ നമ്മൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അധിക വരുമാനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അതായത് നിങ്ങൾ കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ അച്ചീവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒന്ന് വിപുലീകരിച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബിസിനസ്സുകളോ കൃത്യമായി തന്നെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വികസനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ ഒരു അനിശ്ചിതാവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു ലോകവ്യാപകമായിട്ട് തന്നെ ഉള്ള ഒരു അവസ്ഥയിൽ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ മാസം ധനകാര്യത്തെക്കുറിച്ച് നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയും തന്ത്രപരമായിട്ടും കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നിലധികം വരുമാന മാർഗങ്ങളെക്കുറിച്ചുള്ള മികച്ച ആശയങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതൊരു സത്യം തന്നെയാണ്. അത് ഒന്നിച്ച് ചെയ്യാൻ ധൃതി കൂട്ടാതെ കൃത്യമായി പ്ലാൻ ചെയ്ത് പതുക്കെ ഒന്നൊന്നായി നടപ്പിലാക്കുക. ഞാൻ പറഞ്ഞില്ല, ആ മാനിനെ പറ്റി പറഞ്ഞ് നിങ്ങളിപ്പോൾ ഒന്ന് ഓർത്തോളൂ. ആ മാനിൻ്റെ ചഞ്ചലത നിങ്ങൾക്കുള്ളതുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കാലം അത്ര അനുകൂലമല്ലാത്തതിനാൽ നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ളത് അവിടെ കൈവശം വെച്ചുകൊണ്ട് തന്നെ അതിനെ പെർഫെക്റ്റായിട്ട് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി മാത്രം നിങ്ങൾ ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത്. അത് മൊത്തത്തിൽ കൊളാപ്സിനുള്ള സാധ്യതയുണ്ട്. ഇനി ഊഹക്കച്ചവടത്തിലേക്കൊക്കെ വന്നാൽ ക്ഷമയെന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മാസത്തിൻ്റെ മധ്യത്തിൽ ചൊവ്വ ഒരു തീക്ഷ്ണമായ ഒരു നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് എടുക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ആ പ്രേരണ നിങ്ങൾക്ക് വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, നിങ്ങൾ ചിലപ്പോൾ എടുത്തു ചാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഓഹരി വിപണിയിലോ ഒക്കെ, ബിസിനസ്സിൽ മാത്രമല്ല ഓഹരി വിപണിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിട്ട് പെട്ടെന്ന് വലിയ തുകയൊക്കെ കൊണ്ട് നിക്ഷേപിച്ചേക്കാം. അത് ഈ മാസം കുറച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇനി അതായത് ഈ പ്രത്യേകിച്ച് നിങ്ങൾ ജൂൺ
അവസാനം വരെയെങ്കിലും കടുത്ത റിസ്ക്കുള്ള ട്രേഡിങ്ങോ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മഹാഭാരതത്തിലേക്ക് നോക്കിയാൽ മതി. അതായത് യുധിഷ്ഠിരൻ തൻ്റെ വിവേചന ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ അദ്ദേഹം ആ ചൂതുകളിക്ക് സമ്മതിക്കുകയും അത് അദ്ദേഹത്തിന് പറ്റിയ ധൃതി കാരണം എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് എത്രയോ വർഷക്കാലത്തോളം ഉള്ള വനവാസത്തിലേക്ക് പോകേണ്ടിയ ഒരു കാലത്തിലേക്ക് അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ അതൊരു മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് മികച്ച നിക്ഷേപം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ദീർഘകാലവുമായ മാർഗ്ഗങ്ങൾ, അതോടൊപ്പം അത് നിങ്ങൾ ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കിട്ടാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘകാല ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥിരതയുള്ള ബാങ്കുകളിലും മറ്റുമൊക്കെ നിക്ഷേപിക്കുക, പോസ്റ്റ് ഓഫീസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുടുംബം, അതുപോലെയുള്ള പ്രണയബന്ധങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാം. ജൂണിൻ്റെ ആദ്യ പകുതി വളരെ സ്നേഹോഷ്മളവും അതോടൊപ്പം പ്രണയഭരിതവുമായിരിക്കുവാനാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ നക്ഷത്രാധിപനായ സോമൻ നിങ്ങൾക്ക് ദയയുള്ളതും സഹാനുഭൂതിയുള്ളതുമായൊരു ഹൃദയം നൽകി നിങ്ങളെ ഈ മാസം അനുഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു മാനസികമായ അവസ്ഥ തന്നെ പൊതുവേ നിങ്ങൾക്ക് ദയയും സഹാനുഭൂതിയും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ വളരെ ഊഷ്മളമായിട്ടായിരിക്കും അത് പോകുന്നത്. അങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക. അത് കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലും വിനോദയാത്രകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയോ അതൊക്കെ ചെയ്ത് അത് വളരെ കൂടുതലായിട്ട് നമുക്കതിൻ്റെ അനുഭവം വരുന്നുണ്ട്. ഇനി നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിന്നുള്ളൊരു പഴയ സുഹൃത്തോ അല്ലെങ്കിൽ പരിചയക്കാരനോ അല്ലെങ്കിൽ പരിചയക്കാരിയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും യാദൃശ്യമായി കണ്ടുമുട്ടാനും അത് മനോഹരമായൊരു വൈകാരിക ബന്ധത്തിലേക്ക് വഴി തുറക്കാനും അങ്ങനെ നിങ്ങളുടെ പ്രണയ ബന്ധത്തിലേക്കൊക്കെ പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയും കാണപ്പെടുന്നുണ്ട്. അതും നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചോളൂ. ഇനി വിവാഹിതരായ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ആഴത്തിലുള്ള ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഔദ്യോഗിക കാര്യങ്ങളെ താരതമ്യങ്ങളോ കാരണം ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായേക്കാമെന്നും കൂടെ അതിനോടൊപ്പം തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള എന്തെങ്കിലും ഈഗോയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊണ്ട് മാറ്റി വെച്ചേക്കുക. കാരണം അത്തരം കാര്യങ്ങളാണ് പൊതുവെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കുടുംബത്തിലൊക്കെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ മാനിൻ്റെ കാര്യം വീണ്ടും ഒന്ന് ഓർക്കുക. അതായത് ആ മാനിൻ്റെ കാര്യം, ആ ചഞ്ചലത, അതായത് പങ്കാളി എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറി റെസ്പോണ്ട് ചെയ്യരുത്. അവരുടെ വാക്കുകൾ എന്താണ് അവർ ഉദ്ദേശിച്ചത്, യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ആയിരിക്കില്ല അവർ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ അവർ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അത് നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥത്തിലുള്ള എന്ത് ആണ് അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെന്നൊന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കത് അവരോട് സഹാനുഭൂതിയും സ്നേഹമൊക്കെ ഉണ്ടാവും. അതായത് മൃദുവായ വാക്കുകൾക്ക് ഏതൊരു കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. അത് ഞാൻ വീട്ടിലും കാര്യം മാത്രമല്ല, നിങ്ങൾ ഓഫീസിലുമൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സഹപ്രവർത്തനം എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് ഒരുപക്ഷെ അവരുടെ മറ്റെന്തെങ്കിലും ഒരു വിഷമം അത് ഈ രീതിയിൽ വന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നന്നായിരിക്കും. ഇനി ആരോഗ്യത്തിലേക്കൊക്കെ വന്നാൽ നിങ്ങളുടെ മനസ്സ് വളരെ വേഗത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസമായതിനാൽ അമിതമായ ചിന്തകളും അസ്വസ്ഥതകളും ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ ജൂൺ മധ്യത്തോടെ ചെറിയ ഉറക്കക്കുറവ്, തളർച്ച അല്ലെങ്കിൽ കാലാവസ്ഥ മൂലമുള്ള ചെറിയ അലർജികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആരംഭിച്ചല്ലോ ഈ കേരളത്തിന് വെളിയിലാണെങ്കിൽ അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നന്നായി ട്യൂൺ ചെയ്ത ഒരു വയലിനെ കുറിച്ചൊന്ന് ആയിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക. അതായത് ഈ അമിതമായിട്ട് അയഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ശബ്ദം വരത്തില്ല അല്ലേ? എന്നാൽ അമിതമായിട്ട് മുറുക്കിയാൽ എന്താണ്, അത് ഒരുപക്ഷെ പൊട്ടിപ്പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ അമിതമായിട്ട് അയഞ്ഞും പോകാൻ പാടില്ല, എന്നാൽ നിങ്ങൾ അമിതമായിട്ട് അതിന് ടെൻഷൻ കൊടുക്കാനും പാടില്ല. അമിതമായിട്ട് അയയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അലസതയിലേക്ക് പോകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. ഇനി മനസമാധാനത്തിനായി ചെറിയ ഇടവേളകളൊക്കെ എടുക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ പോലെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ വളരെയധികം മെച്ചപ്പെടുത്തി. ഇത് പൊതുവെ പറയുന്നത് ജ്യോതിഷപരമായ കാര്യമല്ല, ഇതൊരു ഡോക്ടേഴ്സ് തന്നെ പൊതുവെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ സ്ക്രീൻ ടൈം, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സ്ക്രീൻ പിടിച്ചിട്ട് മുമ്പിലിരുന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വഴുതി അത് പിന്നീട് ദീർഘനേരത്തിലേക്ക് പോകുന്നത്. ഒരു 10 മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അത് പിന്നീട് അത് വളരെ ദീർഘനേരത്തിലേക്കുള്ള ഒരു ഇതായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക, അത് കൊണ്ട് ഉറങ്ങാൻ കിടക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി
നമുക്ക് ജൂൺ മാസത്തിൽ 2026 നിങ്ങൾ ചെയ്യേണ്ടവയും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിൽ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. അതായത് നിങ്ങളുടെ വളർച്ചയുടെ ഒരു വഴിയാണത്. അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്കിൽ സെറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോഴ്സുകളിൽ ചേരുകയോ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരമുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു തലച്ചോറ് തന്നെ ഇപ്പോൾ ഒരു പുതിയ അറിവുകളൊക്കെ സ്വീകരിക്കാൻ വളരെ സജ്ജമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നീട് ഭാവിയിൽ നിങ്ങളുടെ കരിയറിലൊക്കെ അത് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് തരാനും അത് സാധിക്കും. ഇനി മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. സംഭാഷണങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായി കേൾക്കുവാൻ തയ്യാറാവുക. ഇത് അപ്രതീക്ഷിതമായ പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് തുറന്നു തരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു കാര്യം. അത് മറ്റുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് ഒരു കൃത്യമായിട്ട് അവരെന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അവരുടെ ആ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് ഐഡിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ആശയങ്ങളോ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ വളർച്ചയ്ക്ക് കാരണമായേക്കാം. ഇനി അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങുക എന്നുള്ള ഒരു കാര്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചൊവ്വയുടെ ഒരു തീഷ്ണത ഒരു ചെറിയ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് ഒരേ സമയം നിങ്ങൾക്ക് ഊർജ്ജവും നൽകും. പക്ഷേ ആ തീഷ്ണതയുടെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വയലിൻ കമ്പി മുറുക്കി പോകുന്ന പോലെയുള്ള പ്രശ്നമുണ്ടല്ലോ, അത് പൊട്ടിപ്പോകുമല്ലോ അത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ഈ പച്ചപ്പുല്ലിലൂടെയൊക്കെ നടക്കാനുള്ള ഈ ലോൺസൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോർട്ടുകളിലൊക്കെ കുടുംബത്തോടൊപ്പം പോവുകയോ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും എല്ലാം എൻ്റെ കൂടെ ഒരുമിച്ച് നടക്കും. കുടുംബത്തിലുള്ള ആ ഒരു ഐക്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് നടക്കും. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്ന് നോക്കാം. അതായത് നിങ്ങൾ അതുപോലെ തന്നെ ധൃതി പിടിച്ച തീരുമാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ധൃതി പിടിച്ചിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലൊന്ന് ശ്രദ്ധിച്ചോളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പം വിവാഹങ്ങളൊക്കെ കുറച്ച് നടക്കുന്ന ഒരു കാലം കൂടി ആണല്ലോ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകിച്ച് ജൂൺ 8-നും ജൂൺ 22-നും ഇടയിൽ ജീവിതത്തിലെ കരിയറിലോ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഉടൻ തന്നെ സമ്മതവും മൂളരുത് ഒരു കാര്യത്തിനും. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പോയിരിക്കും മറ്റുള്ളവരുടെ വാക്കുകളുണ്ട് ഓക്കെ എന്നങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ, അങ്ങനെ സ്ഥലം വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ. അത് നിങ്ങളൊന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദീർഘകാല നിക്ഷേപ പദ്ധതികളിലൊക്കെ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് പരിചയക്കാരനോ മറ്റോ ഒന്ന് എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് വരും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാതെ ഒരു സമ്മതം പെട്ടെന്നുള്ള ആ ഒരു ആവേശത്തിൽ ഒരിക്കലും ചെയ്യരുത്. അതിനുള്ളൊരു സാധ്യതയുണ്ട്, അത് കരുതിയിരിക്കുക. അത് എനിക്ക് തോന്നുന്നു ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ഇങ്ങനെ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ കാര്യം. അപ്പോൾ സാമ്പത്തിക ബാധ്യതകളോ അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങളോ ഒക്കെ നൽകുന്നതിന് മുമ്പായിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും നിങ്ങൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നിങ്ങൾ ഇത്തരം ദീർഘകാലത്തിലുള്ള എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അപ്പം തന്നെ ഒരിക്കലും അത് മറുപടി പറയരുത്. നിങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുക. ഒരു 24 ഹവറെങ്കിലും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദഗ്ധ ഉപദേശങ്ങൾ നേടിയതിന് മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചോളൂ. ഇനി അതോടൊപ്പം തന്നെ കഠിനമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. ദേഷ്യത്തോടെ മറുപടി നൽകാനൊക്കെ തോന്നുമ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് മാത്രം അതിന് മറുപടി നൽകുക. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞാൽ ഒരുപക്ഷെ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇനി പരിഹാരങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഗ്രഹദോഷങ്ങൾ മാറ്റി പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ദേവി ആരാധന അതുപോലെ തന്നെ ചന്ദ്രം ഊർജം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് തിങ്കളാഴ്ചകൾ പാർവതി ദേവിയോട് പ്രാർത്ഥിക്കുകയോ നെയ്വിളക്ക് തെളിയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം അത് മാത്രമല്ല, നിങ്ങളുടെ അതിദേവതയായ സോമനെ പ്രീതിപ്പെടുത്താനും മനസ്സിന് ശാന്തി നൽകാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പം തിങ്കളാഴ്ചകളിൽ അമ്പലങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. ഇനിയും ചില മാനസിക സമാധാനത്തിനൊക്കെ ആയിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ സോമൻ ആയതുകൊണ്ട് ഓം ചന്ദ്രായ നമ എന്നുള്ള ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചൊവ്വയുടെ ഊർജ്ജം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഓം മംഗളായ നമ എന്നും പതിവായിട്ട് ഇടയ്ക്കൊക്കെ ജപിക്കുന്ന ഒരു സംരക്ഷണ കവചമായിട്ട് നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഉപകരിക്കും. ഇനി പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഗ്രീൻ കളറുള്ളത് അല്ലെങ്കിൽ ചാര കളർ, സിൽവർ ഗ്രേ പോലെയുള്ള നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു ശാന്തത തരാൻ കുറച്ച് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ നിങ്ങൾ
അതായത് അർഹതപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പായസമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക തടസ്സങ്ങൾ നീക്കാനും ഒക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കാനും പബ്ലിക് റിലേഷൻസ് മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കാതെ അതാത് മേഖലകളിലാണല്ലോ അത്. പ്രത്യേകിച്ച് ബിസിനസ് അത് കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അങ്ങനെയുള്ളവർക്ക് ഈ ജനപ്രീതി അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ചില പ്രത്യേക ജോലികളിൽ ഇരിക്കുന്നവർക്കും ജനപ്രീതി വളരെ പ്രധാനപ്പെട്ടാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു കസ്റ്റമർ കെയറിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അത് നിങ്ങളുടെ പ്രൊമോഷനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അപ്രൈസൽസൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ, അതിനെയൊക്കെ അത് ബാധിക്കാം. അപ്പോൾ അത് കരിയറിലോ നിങ്ങളുടെയൊക്കെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ജനപ്രീതി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അതൊന്ന് ഉൾക്കൊണ്ടോളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട തീയതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. ജൂൺ 3 ഒരു സർഗാത്മകമായ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ആരോടെങ്കിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ജൂൺ 3 നല്ലൊരു ദിവസമാണ്. ഇനി ജൂൺ 14 നമുക്ക് ആത്മീയ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വയം ഒരു വിശകലനം ചെയ്യാനൊക്കെ ആയിട്ട് അത് നിങ്ങളെ സഹായിക്കും. ഇനി ജൂൺ 15 പുതിയ പഠനങ്ങൾ ആരംഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ദിനചര്യകൾ തുടങ്ങുന്നതിനുമൊക്കെ വളരെ അനുയോജ്യമാണ്. ഇനി ജൂൺ 24 സാമ്പത്തിക ആസൂത്രണങ്ങൾക്കും അതോടൊപ്പം തന്നെ ദീർഘകാല കരാറുകളൊക്കെ ഒപ്പുവയ്ക്കാനൊക്കെ നല്ലതാണ്. ഇനി പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ജൂൺ മാസം മകയിരം നക്ഷത്രക്കാർക്ക് തിരിച്ചറിവുകളിലൂടെ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരു മനോഹരമായൊരു മാസം തന്നെയാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഭാഗ്യത്തെയല്ല മറിച്ച് നിങ്ങളുടെ ക്ഷമയെയാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വെച്ചോളും. നിങ്ങളുടെ ചഞ്ചലമായ മനസ്സിനെ നല്ല ശീലങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുകയും ബന്ധങ്ങളിൽ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നതിലൂടെ സൂര്യൻ്റെയും ചൊവ്വയുടെയും തീവ്രമായ ഊർജ്ജത്തെ മികച്ച ഔദ്യോഗിക വിജയങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഒരു മാനിൻ്റെ ലാളിത്യവും അതോടൊപ്പം സിംഹത്തിൻ്റെ ധൈര്യവും അതോടൊപ്പം തന്നെ മുന്നോട്ട് വച്ചാൽ നിങ്ങളുടെ വിജയചക്രവാളം നിങ്ങൾക്കായി കാത്തിരിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ ഇതിനുള്ള ഒരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പലർക്കും അവരുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെയോ ഒക്കെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേര്, നക്ഷത്രം, ജന്മദിനം, ജന്മസമയം, ജന്മസ്ഥലം എന്താണ് പരിശോധിക്കേണ്ട വിഷയം, ഈ കാര്യങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാലും മതി. ഞാൻ ഇമെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി വിശദമായിട്ട് നൽകുന്നതാണ്. കഴിവതും വേഗം നൽകാൻ ഞാൻ ശ്രമിക്കാം. ധാരാളം മെയിലുകൾ വരുന്നുണ്ട് എനിക്ക്. എന്നാലും കഴിവതും ഞാൻ പെട്ടെന്ന് തന്നെ നൽകാൻ വേണ്ടി ശ്രമിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി. ഞാനത് പരിശോധിച്ച് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.